ഫങ്ഷൻസിൻ്റെ കേസിൽ നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ഫങ്ഷൻ എന്താണ് എന്ന് നോക്കാം. എ ഫങ്ഷൻ എഫ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾസ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ് z0 if f is defined at z0. Limit z tends to z0 f of z exists and this limit should be same as f of z0. നമുക്ക് ലിമിറ്റ് z ടെൻസ് ടു z0 f of z എക്സിസ്റ്റ് ചെയ്യാനായിട്ട് f എന്ന് പറയുന്ന ഫംഗ്ഷൻ z0ൽ ഡിഫൈൻഡ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ z0ൽ f എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ it must be defined at the point z0. f should be defined at the point z0. Then if we take limit of f of z as z tends to z0, it should be same as f of z0. If these conditions are satisfied, then we say that f is continuous at the point z0. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോയിന്റിൽ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. Suppose a function f of complex variables is defined in a region R. Then this function is said to be continuous in a region R if it is continuous at every point of R. ഒരു റീജിയനിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിലുള്ള ഓരോ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ഒരു പോയിന്റിലെങ്കിലും ഫംഗ്ഷന് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ ആ പറയുന്ന റീജിയനിൽ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ലിമിറ്റ് z ടെൻസ് ടു z0 f ഓഫ് z ഇസ് ഈക്വൽ ടു f ഓഫ് z0 എന്ന് പറഞ്ഞു. നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അറിയാം. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇവിടെ നമുക്ക് f ഓഫ് z0ന് പകരം ഒരു w0 ആയിരുന്നെങ്കിൽ വി സേ ദാറ്റ് ഫോർ എവരി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് വെനെവർ mod z minus z0 less than delta modulus of f of z minus w0 is less than epsilon. അപ്പോൾ ഇവിടെ w0ൻ്റെ സ്ഥാനത്ത് നമുക്ക് f of z0 ആണ് എന്നുള്ള ഒരു ചേഞ്ചേ ഉള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ഫോർ എവരി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് absolute value of f of z minus f of z0 is less than epsilon whenever mod z minus z0 ലെസ് ദാൻ ഡെൽറ്റ. സാധാരണ നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഇവിടെ z0ൻ്റെ ഒരു ഡിലീറ്റഡ് നെയ്ബർഹുഡ് എടുക്കാറുള്ളൂ. 0 ലെസ് ദാൻ മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ എന്നേ പറയാറുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഇറ്റ് മസ്റ്റ് ബി ഡിഫൈൻഡ് അറ്റ് z0 ഓൾസോ. z ക്യാൻ ടേക്ക് ദ വാല്യൂ z0 ആസ് വെൽ. സോ ഇവിടെ നമ്മൾ 0 ലെസ് ദാൻ എന്ന് പറയില്ല. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കുമ്പോഴെല്ലാം മോഡ് f ഓഫ് z മൈനസ് f ഓഫ് z0 മസ്റ്റ് ബി ലെസ് ദാൻ എപ്സിലൺ. സോ നമുക്ക് കണ്ടിന്യൂറ്റിയുടെ എപ്സിലൺ ഡെൽറ്റ ഡെഫിനിഷനായിട്ട് നമുക്കിത് പറയാം. f ഈസ് കണ്ടിന്യൂസ് അറ്റ് z0 if for any epsilon greater than 0 there exists a delta which depends on epsilon greater than 0 such that whenever mod z minus z0 is less than delta absolute value of f of z minus f of z0 is less than epsilon. അടുത്തതായിട്ട് നമ്മൾ കണ്ടിന്യൂറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില തിയറംസ് ആണ് കാണാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് തിയറം ഇസ് എ കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഇസ് ഇറ്റ് സെൽഫ് കണ്ടിന്യൂസ്. രണ്ട് കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷൻ വിൽ ബി കണ്ടിന്യൂസ്. ആ കോമ്പോസിഷൻ ഡിഫൈൻഡ് ആണെങ്കിൽ. സോ നമ്മളിത് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് മാത്തമാറ്റിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ് z0 and g is continuous at the point f of z0, then the function g composite f is continuous at z0. സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z0 എന്നും g ഈസ് കണ്ടിന്യൂസ് അറ്റ് എഫ് ഓഫ് z0 എന്നും തന്നിട്ടുണ്ട്. ഞാനിതിൽ g ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ് എഫ് ഓഫ് z0 എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാണ്. ഈ എഫ് ഓഫ് z0 എന്നുള്ളത് ഇറ്റ് ഈസ് സം കോംപ്ലക്സ് നമ്പർ സേ w0. So, by the continuity of g at w0 or f of z0, we can say that for any epsilon greater than 0, there is some delta greater than 0 such that whenever absolute value of
w minus f of z naught is less than delta, we have absolute value of g of w minus g of f of z naught is less than epsilon. Simply the definition of continuity. നമ്മളിവിടെ z നോട്ട് എന്ന് ഉപയോഗിച്ചതിന് പകരം w f of z നോട്ട് എന്ന് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരൊറ്റ ചേഞ്ചേ ഉള്ളൂ. So you take any positive number corresponding to that we will get some delta greater than 0 satisfying this property. അടുത്തതായിട്ട് പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z നോട്ട് എന്നാണ്. സോ എഫ് z നോട്ടിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുമ്പോൾ you take any positive number corresponding to that we will get another positive number such that whenever absolute value of z minus z naught is less than here I am taking delta greater than 0, corresponding to that I will get some gamma greater than 0 such that whenever absolute value of z minus z naught is less than gamma, we have absolute value of f of z minus f of z naught is less than delta. സാധാരണ നമ്മൾ എപ്സിലൺ ഡെൽറ്റ എന്ന് എടുക്കുന്നതിന് പകരം അതൊക്കെ വെറും പേരുകളാണ്. സോ വി ആർ ടേക്കിംഗ് ഡെൽറ്റ ആൻഡ് ഗാമ ഹിയർ. സോ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് മുമ്പ് ഇക്വേഷൻ 1-ൽ നമ്മളിവിടെ വി ഹാവ് ടേക്കൺ സം എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഡെൽറ്റയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ആ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് വേറൊരു പോസിറ്റീവ് നമ്പർ കിട്ടി ഗാമ. ഇപ്പോൾ മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ഗാമയാണെങ്കിൽ വി ഹാവ് മോഡ് എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് z നോട്ട് ഇസ് ലെസ് ദാൻ ഡെൽറ്റ. ഈ എഫ് ഓഫ് z എന്നുള്ളതിന് പകരം സം w ആണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1 പ്രകാരം we get absolute value of g of w minus g of f of z naught is less than epsilon. So here we have absolute value of g of f of z minus g of f of z naught is less than epsilon. This means for if we take some epsilon greater than 0, we get some gamma greater than 0 such that if mod z minus z naught is less than gamma, modulus of this we can write as g composite f of z minus g composite f of z naught is less than epsilon. And this means g composite f is continuous at the point z naught. ഇതാണ് നമ്മളോട് തിയറം പറഞ്ഞ കാര്യം. So if we take two continuous functions, whenever their composition is defined, it is also a continuous function. അടുത്ത തിയറം നമ്മളോട് പറയുന്നത് if a function f is continuous and non-zero at a point z naught, then f of z not equal to 0 throughout some neighborhood of that point, means some neighborhood of z naught. എഫ് ഓഫ് സെഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സെഡ് നോട്ട് എന്ന് പറയുന്ന ഏതോ ഒരു പോയിന്റിൽ, സം സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണ് എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ സെഡ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതോ ഒരു നെയ്ബർഹുഡിൻ്റെ ഉള്ളിലുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെ മുഴുവനും എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും എന്നാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്. സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. അതിന് എഫ് ഓഫ് സെഡ് ബി എ ഫംഗ്ഷൻ വിച്ച് ഇസ് കണ്ടിന്യൂസ് അറ്റ് സെഡ് നോട്ട് ആൻഡ് എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുത്തു. സോ നമുക്ക് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം ടേക്ക് എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0, ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഈസ് ലെസ് ദാൻ എപ്സിലൺ whenever mod z minus z naught is less than delta എന്ന് നമുക്ക് കിട്ടും. So you take any epsilon, to take any positive number corresponding to that we will get a delta. അങ്ങനെയാണ് നമ്മളോട് ഡെഫിനിഷൻ പറയുന്നത്. സോ ഇവിടെ നമ്മൾ എഫ് ഓഫ് സെഡ് നോട്ട് നോൺ സീറോ ആണ് എന്ന് എടുത്തിട്ടുണ്ട്. എഫ് ഓഫ് സെഡ് നോട്ട് ഇസ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ബിക്കോസ്
If we take absolute value, we will get always greater than or equal to 0, and it will be equal to 0 only when f of z naught is equal to 0. Here f of z naught is non-zero. Therefore, absolute value of f of z naught is strictly positive. So, I will take epsilon as f of z naught by 2. f of z naught by 2. Modulus of f of z naught divided by 2. Then, നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനിൽ നമ്മൾ എപ്സിലൺ ഈ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് സം ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് f of z minus f of z naught less than epsilon. Epsilon is absolute value of f of z naught by 2 whenever mod z minus z naught is less than delta. ഇത് നമ്മുടെ കയ്യിലുണ്ട്. അടുത്തതായിട്ട് അസ്യൂം ദാറ്റ് ഈ z നോട്ടിൻ്റെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഡെൽറ്റ നെയ്ബർഹുഡിൽ, അതായത് ഇതാണ് z നോട്ട്, അതിൻ്റെ ഏതോ ഒരു ഡെൽറ്റ നെയ്ബർഹുഡിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സെഡിൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 0 ആവുന്നുണ്ട് എന്ന് കരുതാം. സപ്പോസ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 0 ഫോർ സം സെഡ് സച്ച് ദാറ്റ് മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഇസ് ലെസ് ദാൻ ഡെൽറ്റ. സോ ആ എഫ് ഓഫ് സെഡിന് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താവും എന്ന് നോക്കാം. വി വിൽ ഗെറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 0 മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട്, which is absolute value of minus f of z naught, which is same as absolute value of f of z naught will be less than absolute value of f of z naught divided by 2. So if we cancel absolute value of f of z naught, we will get 1 less than 1 by 2, which is not possible. ഒരു നമ്പർ അതിൻ്റെ പകുതിയേക്കാൾ ചെറുതാണ് എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. സോ ദിസ് ഇസ് നോട്ട് പോസിബിൾ. സോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇഫ് ദർ എക്സിസ്റ്റ് സം സെഡ് സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 0, ദെൻ വി വിൽ അറൈവ് അറ്റ് എ കോൺട്രഡിക്ഷൻ. സോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 0 ഫോർ സം സെഡ് ഇൻ ദ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ട്. സോ എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ സെഡ് ഇൻ ദ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ട്. ഇതാണ് നമ്മളോട് തിയറം പറഞ്ഞത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് നോൺ സീറോ അറ്റ് സം പോയിന്റ്, ദെൻ ഇറ്റ് ഇസ് നോൺ സീറോ ത്രൂ ഔട്ട് ഇൻ സം നെയ്ബർഹുഡ് ഓഫ് ദാറ്റ് പോയിന്റ്. അടുത്ത തിയറം എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ റിസൾട്ട് നമ്മളോട് പറയുന്നത് ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു എക്സ് വൈ പ്ലസ് ഐ വി എക്സ് വൈ is continuous at a point z naught equal to x naught plus I y naught if and only if the component functions u x y and v x y are continuous at x naught y naught. ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നമ്മൾ ലിമിറ്റ് തിയറംസ് പഠിച്ചപ്പോൾ അതിലെ ആദ്യത്തെ തിയറം നമ്മളോട് പറഞ്ഞത് ഇതാണ്. ലിമിറ്റ് z tends to z naught f of z is equal to w naught if and only if limit xy tends to x naught y naught. f of z എന്നുള്ളതിനെ നമ്മൾ u x y പ്ലസ് i v x y എന്നാണ് എഴുതുന്നതെങ്കിൽ റിയൽ പാർട്ട് limit xy tends to x naught y naught u xy is equal to u naught, and limit xy tends to x naught y naught v xy imaginary part is equal to v naught. Here f നെയാണ് നമ്മൾ u plus iv എന്ന് എഴുതിയിരിക്കുന്നത്, w നോട്ടിനെയാണ് u നോട്ട് പ്ലസ് ഐ വി നോട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ദിസ് എഫ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി മീൻസ് യു എക്സ് വൈ പ്ലസ് ഐ വി എക്സ് വൈ. ഓക്കെ, ആൻഡ് സെഡ് നോട്ടിനെയാണ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സെഡ് ആണ് എക്സ് വൈ. സോ ഇവിടെ നമുക്ക് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ് സെഡ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് വിൽ ബി
this will be f of z naught. So suppose we write f of z naught as, this is f of z naught as u naught plus I v naught. So limit z tends to z naught f of z is equal to f of z naught if and only if limit xy tends to x naught y naught u xy is equal to u naught, and limit xy tends to x naught y naught v xy is equal to v naught. That means this u naught will be, f of z naught can be written as f of z is u of xy plus I into v of xy. So f of z naught is u of x naught y naught plus I v of x naught y naught. So this u naught will be nothing but u of x naught y naught, and this v naught will be v of x naught y naught. That means u is continuous at the point x naught y naught as well as v is continuous at the point x naught y naught. Since this statement is necessary and sufficient, the theorem 3 follows from this. Okay. So next theorem, a function f is continuous throughout a region R that is both closed and bounded. There exists a non-negative real number m such that absolute value of f of z is less than or equal to m for all z element of R, where the equality holds for at least one z element of R. So നമ്മൾ എടുക്കുന്ന f എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഡൊമെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന റീജിയൻ R എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ സെഡ് എലമെൻറ്റ് ഓഫ് ആർ ആകുന്ന പോലെ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എം ഓർ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ എം എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് എഫ് ഓഫ് സെഡ് വിൽ ടേക്ക് ദ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് വിൽ ബിക്കം ഈക്വൽ ടു എം അറ്റ് സം സെഡ് എലമെൻറ്റ് ഓഫ് ആർ. ഇതാണ് നമ്മളോട് റിസൾട്ട് പറയുന്നത്. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, f is a function of complex variables defined in a region R, then there exists a non-negative real number m such that mod f of z less than or equal to m for all z element of R ആണെങ്കിൽ we say that f is bounded on R. f is a bounded function on R. So ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ തിയറം നമുക്ക് വേറെ രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം. We can say that any continuous function f in a closed bounded region R is bounded on R. Also, mod f attains its extreme value in R itself. It attains its extreme value in R itself. ഇതിന് ഈക്വാലൻ്റ് ആയിട്ട് നമ്മൾ മാക്സിമം മിനിമം തിയറം റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന് പഠിച്ചിട്ടുണ്ട്. ഇഫ് എഫ് ഈസ് എനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എ ബി, ദെൻ f is bounded on closed interval AB and it attains a maximum and minimum in AB itself, closed interval AB itself. അതിൻ്റെ ഒരു ജനറലൈസേഷൻ ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന തിയറം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറാണ്. നമുക്കറിയാം മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് u സ്ക്വയർ എക്സ് വൈ പ്ലസ് വി സ്ക്വയർ എക്സ് വൈ. Here u and v are real valued functions. x ഉം y ഉം റിയൽ വേരിയബിൾസും ആണ്. അപ്പോൾ അതുകൊണ്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് റിയൽ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. സോ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓൺ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് റിയൽ വേരിയബിൾസ് എക്സ് ആൻഡ് വൈക്ക് ഓൾറെഡി നമുക്കറിയാം ഏത് ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയൻ എടുത്തു കഴിഞ്ഞാലും അതിന് അവിടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് അവിടെ ബൗണ്ടഡ് ആയിരിക്കും, അതുപോലെ എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യും എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ ദി തിയറം ഫോളോസ് ഫ്രം ദിസ്. അടുത്ത തിയറം നമ്മളോട് പറയുന്നത്, സപ്പോസ് എഫ് ആൻഡ് ജി ആർ ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് and both functions are continuous at the point z0. Then the functions f plus g, f minus g and fg, sum, difference and product are
കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ് സെഡ് നോട്ട്. രണ്ട് ഫങ്ഷൻസ് ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിഫറൻസ്, സം, പ്രൊഡക്റ്റ് എല്ലാം അതേ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ആൻഡ് ദെയർ കോഷ്യൻ്റ് എഫ് ബൈ ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ് ഇസഡ് നോട്ട് പ്രൊവൈഡഡ് ജി ഓഫ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0. വെനെവർ ദ ഡിനോമിനേറ്റർ ഈസ് നോൺ സീറോ, റേഷ്യോയും കോഷ്യൻറ്റും കണ്ടിന്യൂസ് ആയിരിക്കും. ദെൻ mod f of z is equal to modulus of f of z for all z in the domain എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ മോഡ് എഫും കണ്ടിന്യൂസ് അറ്റ് z നോട്ട് ആയിരിക്കും. അത് കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഫോളോ ചെയ്യുന്ന റിസൾട്ടാണ്.